അസ്സാം വലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ബീഫ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാനിവിടെ 2 കിലോ ബീഫ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളി ഒരു 10-15 ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ വെളിച്ചെണ്ണയുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ചധികം പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരുമിച്ച് ചതക്കുകയോ വെവ്വേറെ ചതക്കുകയോ ചെയ്യാം. ഇവിടെ നമ്മൾ ഈ കൂട്ടാനിലേക്ക് കൂടുതലും പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ സ്പൈസസ് ആയിട്ട് മുളക് പൊടി, മഞ്ഞൾ, മല്ലി, ഉലുവ, ഗരം മസാല എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇതിലേക്ക് വേറെ സവാളയും തക്കാളിയും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി മൂപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരിക്കൽ ഉള്ളി വറുത്ത് ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസപ്പെടുത്തിക്കോളൂ കേട്ടോ. ഇനി ഞാനിതൊന്ന് വഴറ്റിയെടുക്കട്ടെ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ. 3/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി പൊടികൾ ചേർക്കാം. ഇനി മുളക് പൊടി ചേർക്കുകയാണ്. ഞാനിവിടെ എടുത്ത മുളക് പൊടി കുറച്ച് എരിവ് കുറവാണ്. അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയും ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ മസാലയുടെ ഒരു പച്ചമണം മാറുകയും ചെയ്യും. പിന്നെ പലരും പറയാറുണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ബീഫിനൊരു ഡാർക്ക് കളർ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ മസാല ഒന്ന് വറുത്തിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് കളർ കിട്ടും കേട്ടോ. സാധാരണ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇരുമ്പ് ചട്ടിയിലാണ് ഇറച്ചി പൊരിച്ചെടുക്കുക. അപ്പോൾ നല്ല ഡാർക്ക് കളർ കിട്ടാറുണ്ട്. അപ്പോൾ ഏതായാലും പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മസാല എല്ലാം കഷ്ണങ്ങളുടെ എല്ലായിടത്തും ഒന്ന് ആവുന്നത് വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കണം കേട്ടോ. ഞാനിവിടെ ഒരു കെറ്റലിൽ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മസാലയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇറച്ചി മൂടുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ട് ഞാനൊന്ന് ഇത് മിക്സ് ചെയ്യാണ്. നമ്മളിത് കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ വെള്ളം മതിയാകും. പക്ഷെ നമ്മൾ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ കഷ്ണം മൂടാനുള്ള അത്രയും വെള്ളം വെക്കാൻ പറഞ്ഞത്. നാട്ടിലൊക്കെ വിറകടുപ്പിൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ്. കറിച്ചട്ടിയിൽ ഇറച്ചി മൂടെ വെള്ളം വെക്കും. എന്നിട്ട് പിന്നെ നന്നായിട്ട് കത്തിച്ചു കൊടുത്തിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണം. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ തിള വരുന്നുണ്ട്. എന്തായാലും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വേവ് കുറഞ്ഞ ഇറച്ചിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 3/4 വേവായി വരുമ്പം വേണമെങ്കിൽ പിന്നീട് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഉപ്പ് എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. ഈ ഒരു പാത്രത്തിൽ നമ്മൾ തക്കാളി യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത്തവണ തക്കാളി ഇല്ലാത്തൊരു റെസിപ്പി ഇതിൽ ചെയ്യാമെന്ന് വെച്ചത്. ഇപ്പോൾ ഉപ്പും എരിവും എല്ലാം ഉണ്ട്.
ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറവായി തോന്നും, പക്ഷെ സാരമില്ല, ഈ വെള്ളമൊക്കെ വറ്റി വരാനുള്ളതാണല്ലോ, അപ്പോൾ കഷ്ണത്തിലൊക്കെ പിടിക്കാനുള്ളത് പാകമായി കിട്ടും. അപ്പോൾ ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നുകൊണ്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. സാധാരണ വിറകടുപ്പിൽ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചകിരി മാത്രമേ കത്തിക്കാറുള്ളൂ, വേറെ ഒരു അധികം ഒന്ന് കത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കണലായിട്ട് ചകിരി അങ്ങനെ അവിടെ കിടന്നാൽ മതി. അപ്പോൾ ഇതാ അതേപോലെ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഞാൻ ഈ ഇറച്ചി ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പം കുറച്ച് എരിവിൻ്റെ കുറവുണ്ട്, അതേപോലെ ഗരം മസാലയും. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വീതം ഗരം മസാലയും അതേപോലെ കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് വറവിടുന്നൊന്നുമില്ല. ഇതിലേക്ക് നമുക്കൊരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു, വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ നേരം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പോൾ അതാ അതിനോട് കൂട്ടി കഴിക്കാൻ ഇവിടെ ഞാൻ കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒലിവ് ഓയിലും ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊരു കുക്കുംബർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു സലാഡ് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം, അല്ലെങ്കിൽ അതേപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഇതുപോലെയുള്ള വരട്ടി ഇറച്ചിയിലേക്കൊക്കെ ഇങ്ങനെ കുക്കുംബർ ഒറ്റയ്ക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് എടുത്ത് കഴിച്ച് നോക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. എരിവൊക്കെ നല്ല പാകമാണ്, ഉപ്പൊക്കെ നല്ല പാകമാണ്. അപ്പോൾ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3 കഷ്ണം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലോ കാർബ് ഇറച്ചി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തത് ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. കുറച്ച് കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞെടുക്കുന്നൊരു സമയം മതി, തൊലിച്ചെടുക്കുന്നൊരു സമയം മതി. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.